പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ തിരുനാമം ഈ പ്രഭാതത്തിൽ മഹിമപ്പെടുമാറാകട്ടെ. അത്യുന്നതനായ ദൈവത്തിൻ്റെ പാദപീഠത്തിലേക്ക് നമുക്ക് ഒരുമിച്ച് കടന്നു വരുവാൻ ആയുസ്സും ആരോഗ്യവും ബലവും ജീവനും തന്ന നീതി സൂര്യൻ്റെ ആ കൃപയ്ക്കായി കർത്താവിനോട് നന്ദി പറഞ്ഞുകൊണ്ട് ഈ പ്രഭാതം നമുക്ക് ദൈവവചന ധ്യാനത്തിനായി മാറ്റാം. ഇന്നത്തെ ധ്യാനത്തിനായി ആമോസിൻ്റെ പുസ്തകം 4-ാമത്തെ അധ്യായം 13-ാമത്തെ വാക്യം, ആമോസ്, ദ പ്രോഫറ്റ് ആമോസ് ചാപ്റ്റർ 4:13 വായിക്കപ്പെടുന്നു. പർവ്വതങ്ങളെ നിർമ്മിക്കുകയും കാറ്റിനെ സൃഷ്ടിക്കുകയും മനുഷ്യനോട് അവൻ്റെ നിരൂപണം ഇന്നതെന്ന് അറിയിക്കുകയും പ്രഭാതത്തെ അന്ധകാരമാക്കുകയും ഭൂമിയുടെ ഉന്നതികളിൽ നടകൊള്ളുകയും ചെയ്യുന്ന ഒരുത്തനുണ്ട്. സൈന്യങ്ങളുടെ ദൈവമായ യഹോവ എന്നാകുന്നു അവൻ്റെ നാമം. വചനം നമ്മൾ ഒരുപാട് പ്രാവശ്യം വായിച്ചിട്ടുണ്ടെങ്കിലും ഇന്ന് ഈ വചനത്തിൽ കൂടി ഒന്ന് കടന്നു പോകുമ്പോൾ ചില പ്രത്യേകതകൾ അതിനകത്ത് എഴുതിയേക്കുന്ന കാണാം. പർവ്വതങ്ങളെ നിർമ്മിക്കുകയും കാറ്റിനെ സൃഷ്ടിക്കുകയും മനുഷ്യനോട് അവൻ്റെ നിരൂപണം ഇന്നതെന്ന് അറിയിക്കുകയും പ്രഭാതത്തെ അന്ധകാരമാക്കുകയും ഭൂമിയുടെ ഉന്നതികളിൽ നടകൊള്ളുകയും ചെയ്യുന്ന ഒരുത്തനുണ്ട് എന്ന് പറഞ്ഞിട്ട് പറയാണ്, സൈന്യങ്ങളുടെ യഹോവ എന്നാകുന്നു അവൻ്റെ നാമം. ദൈവം ആരാണ് എന്ന് വെളിപ്പെടുത്തുന്ന ഒരൊറ്റ വാക്യം, ഒരൊറ്റ വചനത്തിൽ നിന്ന് ആരാണ് ദൈവം എന്ന് വെളിപ്പെടുത്തുന്നതാണ് ഇവിടുത്തെ ആ സാഹചര്യം. ആമോസ് ഇസ്രായേൽ ജനത്തോട് പറയുകയാണ്, ദൈവം താഴ്ന്നിറങ്ങി വന്ന് മനുഷ്യൻ്റെ അടുത്ത് വന്ന് മനുഷ്യനോട് കൂടി സഹവാസം ചെയ്ത് മനുഷ്യൻ്റെ ആരാധനയ്ക്ക് മനുഷ്യനെ സപ്പോർട്ട് ചെയ്യുമ്പോൾ ദൈവജനമെന്ന പേരും കൊടുത്ത് ദൈവം അവരുടെ ദൈവമായി ജനത്തിനു വേണ്ടി നിൽക്കുമ്പോൾ ദൈവത്തിൻ്റെ വാല്യൂ അല്ലെങ്കിൽ ദൈവം ആരാണെന്നും ദൈവത്തിൻ്റെ പ്രവൃത്തിയെ ദൈവത്തിൻ്റെ ആ അഗാധമായ സ്നേഹത്തെ മനസ്സിലാക്കേണ്ടതുപോലെ മനസ്സിലാക്കാതിരിക്കുമ്പോൾ പ്രവാചകനായ ആമോസിലൂടെ ആരാണ് ദൈവം എന്ന് വെളിപ്പെടുത്തുന്നതാണ് ഈ പ്രത്യേക വേദഭാഗത്തിൽ ഓർപ്പിക്കുന്നത്. ലോകത്തിൻ്റെ കണക്കിൽ ഒരു മനുഷ്യൻ, ഒരു ഉന്നതനായ മനുഷ്യൻ ഏറ്റവും താഴ്ന്നിറങ്ങി വരുമ്പോൾ അതിൻ്റെ ആവശ്യം അദ്ദേഹത്തിനില്ലെങ്കിൽ പോലും ഇറങ്ങി വരുമ്പോൾ അതിൻ്റെ വാല്യൂ എന്താണെന്ന് മനസ്സിലാക്കാതെ പോകുന്ന കൊച്ചു കുഞ്ഞുങ്ങളെ പോലെ ഇപ്രകാരം കേട്ടിട്ടുണ്ട്. അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്ന സമയത്ത് എബ്രഹാം ലിങ്കൻ കൊച്ചു കുട്ടികളെ അടുത്ത് വിളിച്ച് ഉമ്മ വെക്കുമായിരുന്നു. അത് ആ അടുത്ത് വിളിച്ചൊരു ചുംബനം കൊടുക്കുമ്പോൾ എബ്രഹാം ലിങ്കൻ ആരാണെന്ന് മനസ്സിലാക്കാതെ കൊച്ചു കുഞ്ഞുങ്ങൾ കയ്യും കാലും ഇട്ടടിക്കും. എബ്രഹാം ലിങ്കന്റെ വാല്യൂ അല്ലെങ്കിൽ ആരാണ് എബ്രഹാം ലിങ്കൻ എന്ന് മനസ്സിലാക്കാതെ പോകുന്നത് പോലെ ഇതിനപ്പുറത്താണ് സർവശക്തനായ ദൈവം. അത് ആകാശത്ത് അഖിലാണ്ടത്തിന് ഉടയവനായ ദൈവം, ചരാചരങ്ങളുടെ സൃഷ്ടിതാവായ ദൈവം മനുഷ്യന്റെ അടുക്കൽ ഇറങ്ങി വന്ന് മനുഷ്യന്റെ കൂടെ സഹവസിച്ചിട്ട് ദൈവത്തിന് വിരോധമായി മനുഷ്യൻ ചലിച്ച് ആമോസ് പ്രവാചകന്റെ കാലഘട്ടത്തിൽ ദൈവത്തിന്റെ ജനമെന്ന് പേർപ്പെട്ട ദൈവജനം ദൈവത്തിന്റെ വഴിയിൽ നിന്ന് മാറി നടക്കുമ്പോൾ ആ ദൈവം ആരാണെന്ന് പ്രവാചകനായ ആമോസ് ഓർപ്പിക്കുകയാണ്. അതിന് 3, 4, 5 കൂട്ടം കാര്യങ്ങൾ അവിടെ പറഞ്ഞിരിക്കുക. ആരാണ് ഈ ദൈവം? പർവ്വതങ്ങളെ നിർമ്മിച്ചവൻ, കാറ്റിനെ സൃഷ്ടിക്കുന്നവൻ, മനുഷ്യനോട് അവന്റെ നിരൂപണം ഇന്നവയെന്ന് അറിയിക്കുന്നവൻ, അന്ധകാരത്തെ പ്രകാശമാക്കുന്നവൻ, ഭൂമിയുടെ ഉന്നതികളിൽ നടകൊള്ളുന്ന ഒരുത്തനുണ്ട്. അവന്റെ പേര് സൈന്യങ്ങളുടെ ദൈവമായ യഹോവ. ഒന്ന് വിറയ്ക്കാൻ, ഇതാരാണ് ഈ അധികാരി എന്ന് പറയാൻ, ആരാണ് നിൽക്കുന്നതെന്ന് പറയാൻ, സർവ സൈന്യാധിപനായ ദൈവമാണെന്ന്, സർവത്തിൻ്റെയും സൃഷ്ടിതാവാണെന്ന്, സർവത്തിൻ്റെയും ഉടയവനാണെന്ന്, ഹൃദയത്തിന്റെ നിരൂപണങ്ങളെ വരെ ഗ്രഹിക്കുന്നവനാണെന്ന് ഒന്ന് ഉറപ്പിക്കത്തക്കവണ്ണം, ഹല്ലേലൂയ, അങ്ങനെ ഉറപ്പിക്കത്തക്കവണ്ണം ആരാണ് ദൈവമെന്ന് വെളിപ്പെടുത്തുന്നത്. ഇന്ന് ഈ പ്രഭാതത്തില് ദൈവത്തിന്റെ അടുക്കലേക്ക് കടന്നു വന്ന് ഈ വചനം കേൾക്കുമ്പോൾ ദൈവത്തിന്റെ പൈതലെ, നീ സേവിക്കുന്ന ദൈവം ആരാണെന്ന് നീ ഒന്ന് തിരിച്ചറിയട്ടെ. ദൈവം ആരാണെന്ന് നീ ഒന്ന് തിരിച്ചറിയട്ടെ. നിന്റെ ഹൃദയത്തിലെ നിരൂപണങ്ങൾ ദൂരത്ത് നിന്ന് ഗ്രഹിക്കുന്ന ദൈവം, അറിയുന്ന ദൈവം, നീ ആരാണെന്ന് ദൈവത്തിനറിയാം, നീ എന്താണെന്ന് ദൈവത്തിനറിയാം, നീ ചെയ്യുന്നത് എന്താണെന്ന് ദൈവത്തിനറിയാം. അറിയാകുന്ന ദൈവം ആരാണെന്ന്, ഹല്ലേലൂയ, ദൈവം ആരാണെന്ന് വെളിപ്പെടുത്തുന്ന ഒരു ദൈവകൃപ, ഹല്ലേലൂയ.
ഇന്ന് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ആ ഉള്ളത്തിനകത്ത് സ്പർശിക്കട്ടെ ദൈവം ആരാണെന്ന്. നിന്റെ അടുക്കലേക്ക് ഈ അഖിലാണ്ടത്തിന് ഉടയവൻ, ചരാചരങ്ങളുടെ സൃഷ്ടിതാവ് നിന്റെ അടുക്കലേക്ക് ഇറങ്ങി വന്ന് ഒരു വ്യക്തിക്ക് എത്ര പ്രാധാന്യം തന്ന് മരത്തിന്റെ മുകളിലിരുന്ന സക്കായിയെ നോക്കി ഇറങ്ങി വാ, ഞാനെന്ന് നിന്റെ വീട്ടിൽ വസിക്കുമെന്ന് പറഞ്ഞ ആ ദൈവം, ഹാനോക്കിനോട് കൂടെ നടന്ന ദൈവം, കാരാരുമില്ലാതെ മരുഭൂമിക്കകത്ത് ഹാഗാറിന്റെ അടുത്തിറങ്ങി വന്ന് ഹാഗാറിന് വേണ്ടി നീരുറവ് തുറന്നു കൊടുത്ത ദൈവം, കാരാഗ്രഹത്തിനകത്ത് പത്രോസിന് വേണ്ടി ദൂതനെ അയച്ച് വിടുവിച്ച ദൈവം, ശദ്രക്ക് മേശക്ക് അബേദ്നെഗോവിന്റെ ആ തീ കുണ്ടത്തിനകത്തേക്ക് ഇറങ്ങി വന്ന് തീക്കകത്ത് നിന്ന് പുറത്തു കൊണ്ടുവന്ന ദൈവം, ഈ ദൈവം മനുഷ്യന് വേണ്ടി എങ്ങനെ പ്രവർത്തിക്കുന്നുവെന്ന്, ഈ ദൈവം ഇത്രയും ശക്തനായിട്ട് സർവ്വവ്യാപിയായിരുന്നിട്ട് ഇറങ്ങി വരുമോ? അതുകൊണ്ട് ഇസ്രായേൽ ജനത്തോട് ആമോസ് പ്രവാചകനിലൂടെ അത് നൂറ്റാണ്ടുകളെ തട്ടി പ്രതിധ്വനിച്ച് നിന്റെ കർണപുടങ്ങളിലേക്ക് ഈ വചനം എത്തട്ടെ. ഈ ദൈവം ആരാണ്? ആ ദൈവത്തെ കുറിച്ച് പറയുന്നത് പർവ്വതങ്ങളെ നിർമ്മിക്കുന്നവൻ, കാറ്റിനെ സൃഷ്ടിക്കുന്നവൻ, കാറ്റിനെ സൃഷ്ടിച്ചവൻ, പർവ്വതങ്ങളെ നിർമ്മിച്ചവൻ, കാറ്റിനെ സൃഷ്ടിച്ചവൻ, മനുഷ്യനെ അവന്റെ നിരൂപണം ഇന്നതെന്ന് അറിയിക്കുന്നവൻ, പ്രഭാതത്തെ അന്ധകാരമാക്കുന്നവൻ, അതെ 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 ഭൂമിയുടെ ഉന്നതികളിൽ അതെ വാഹനമേറുന്നവൻ, നടകൊള്ളുന്ന ഒരുത്തനുണ്ട്. അവന്റെ പേരത്രേ സൈനികളുടെ ദൈവമായ യഹോവ. ഈ ദൈവവും നീയുമായിട്ട് എന്താ ബന്ധം? ഇന്ന് പ്രഭാതത്തിൽ ദൈവത്തിന്റെ അടുക്കലേക്ക് അടുത്തു വന്നേ, നൂറ്റാണ്ടുകളെ തൊട്ട് പ്രതിധ്വനിച്ച് യുഗങ്ങളുടെ പാറയാകുന്ന ക്രിസ്തു അവൻ നിന്നോട് പറയുന്നു, ഒരു നാളും നിന്നെ ഉപേക്ഷിക്കുകയില്ല, വഴിയിലിട്ടിട്ട് പോകത്തില്ല. ആ ദൈവം പറയുന്നു, ഞാൻ തന്നെ സത്യവും ഞാൻ തന്നെ നീതിയും ഞാൻ തന്നെ ജീവനുമാകുന്നു. ആ ദൈവം, ഈ ദൈവം നിന്നോട് പറഞ്ഞു നിനക്ക് ജീവൻ തരാൻ, സമൃദ്ധിയായ ജീവൻ തരാൻ. ആ ദൈവം പറയുന്നു, ഞാൻ ആടുകൾക്ക് വേണ്ടി ജീവൻ തരുന്നു. ആ ദൈവം പറയുന്നു വാതിലാണ്. ആ ദൈവം പറയുന്നു സാക്ഷാൽ മുന്തിരിവള്ളിയാണ്. ആ ദൈവം പറയുന്നു നീ അടഞ്ഞു കിടക്കുന്നിടത്ത് അവൻ നിനക്ക് വാതിലായി ഇറങ്ങി വരുന്നു. നിനക്ക് പ്രവേശനമായി, ആരും ആശ്രയിക്കാനില്ലാത്തപ്പോൾ നിനക്ക് ആശ്രയിക്കാനായി ദൈവം നിന്റെ അടുക്കലേക്ക് ഹല്ലേലൂയ ഇറങ്ങി വരുന്ന ഒരു ദൈവം തമ്പുരാൻ. ഇന്ന് ഈ ദൈവം ആരാണ്? നിന്റെ അപ്പനായി നിന്റെ അമ്മയായി നിന്നെ കരുതുന്നവൻ, കൂടിലൊക്കെ പറക്കുവാനായി ശീലിപ്പിക്കുന്നവൻ, വഴിയിലിട്ടിട്ട് പോകാത്തവൻ, നീ തകർന്ന് പോകും വീട് പോകുമെന്ന് തോന്നുമ്പോ ചിറകുകൾക്ക് മീതെ വഹിക്കുന്നവൻ, നിനക്കെതിരെ ശത്രു കടന്നു വരുമ്പോൾ കോഴി തന്റെ കുഞ്ഞിനെ ചിറകിൽ വഹിക്കുന്നത് പോലെ ചിറകിന്റെ കീഴിൽ നിനക്ക് അഭയം തരുന്നവൻ, ആശ്രയിക്കാൻ കൊള്ളാവുന്നവൻ, ശരണമാക്കുന്നവൻ, തന്നിൽ ആശ്രയിക്കുന്നവരെ വിടുവിക്കുന്നവൻ, ആശ്രയിക്കുന്നവരെ അറിയുന്നവൻ. ഹല്ലേലൂയ. ഈ ദൈവത്തിന്റെ അടുക്കലേക്കാ കുഞ്ഞ് നീ വന്നിരിക്കുന്നത്. ലോകത്തിൽ ഈ ദൈവം എന്ന നാമമായ ഒരുത്തനുണ്ട്. ആ ഒരുത്തന്റെ പേര് സൈന്യങ്ങളുടെ ദൈവമായ യഹോവ. അതവിടെ നിൽക്കുമ്പോൾ ഈ ദൈവം നിനക്കാരാണ്? നിന്റെ അപ്പനായി, അമ്മയായി, ഏറ്റവും അടുത്ത് ഒരു സോൾമേറ്റായി, ആത്മമിത്രമായി, കൂടെ നടക്കുന്ന, വഴികാട്ടിയായി, ഒത്തു നടക്കുന്ന, കരം പിടിക്കുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. ദൈവത്തിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുക. ഒരുമിച്ച് എല്ലാ ഹൃദയങ്ങളും ചേർന്ന് പ്രാർത്ഥിച്ചാട്ടെ. കർത്താവിന്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ചാട്ടെ. എല്ലാ കണ്ണുകളും അടയട്ടെ. സ്വർഗീയ കർത്താവേ, അങ്ങയുടെ പാദപീഠത്തിലേക്ക് ഞങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ കരങ്ങളോട് കൂടിയിരിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ആത്മാവിൽ അനുഗ്രഹിക്കുന്നു. അസാധാരണമായ ദൈവ സാന്നിധ്യം കൊണ്ട് നിറയ്ക്കുന്ന കർത്താവേ, പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അഭിഷിക്ത അധികാരത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. യഹോവ കൂടിയിരിക്കുന്നു. ജനത്തെ അനുഗ്രഹിച്ചിരിക്കാൻ നന്ദി. അങ്ങയുടെ നാമത്തിൽ ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ദൈവം സഹായകനായി, ആത്മമിത്രമായി, വഴികാട്ടിയായി, നിത്യതയിൽ എത്തിക്കുന്നതിനായി വാതിലായി, കർത്താവെ സഹായകനായി, തീക്കുണ്ടത്തിനകത്ത് നിന്ന് പുറത്തു കൊണ്ടുവരുന്നതിനായി, കർത്താവെ ഉന്നതൻ ഉയർന്നിരിക്കുന്ന ശാശ്വതവാസി, കൂടെ ഇരിക്കുന്നവനായി, കൂടെ വസിക്കുന്നവനായി, മാറോട് ചേർത്തടയ്ക്കുന്നവനായി, കൂടിയിരിക്കുന്ന ദൈവത്തെ കൃപയ്ക്കായി സ്തോത്രം. പത്മോസിന്റെ ഏകാന്തയിൽ ഇറങ്ങി വരുന്ന കർത്താവ് ജനത്തോട് കൂടിയിരിക്കുന്നതിനായി നന്ദി പറയുന്നു. അങ്ങയുടെ നാമത്തിൽ ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. തൃക്കരങ്ങളെ സമർപ്പിക്കുന്നു. അവിടുന്ന് പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം. സകല മാനമോസ്തം എടുക്കും യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ദൈവം കൂടിയിരിക്കട്ടെ. നാളെ നമുക്ക് വീണ്ടും കാണാം. ഗോഡ് ബ്ലസ് യു. കർത്താവിന്റെ ചെറുക്കന്റെ മറവിൽ മറയട്ടെ. ഗോഡ് ബ്ലസ് യു ഓൾ.